മർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി. ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റലിഫായ പോലെ ഇങ്ങനെ, അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ്. കാര്യം 12 കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസ്രാവം വന്ന് ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമൃദ്ധമായുള്ള കാലമാണിത്. ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അക്കാലത്ത് ലിനനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി, അതുപോലും എല്ലാവർക്കും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു 12 കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അവർക്കിനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ 12 കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, 2 കാര്യം നിനക്ക് തരും. ഒന്ന്, യേശുവിനെ നിനക്ക് തരും. കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത്. നമുക്കറിയാമല്ലോ, ദൈവം നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ ഈ കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആരോ പറഞ്ഞു, ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്രങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല. ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യുന്ന ശബ്ദത്തിലാണ്. ശബ്ദം ആരെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, നിങ്ങളിലെ ഒരു കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത്. ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃകാ രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് ഫുൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ്. ദൈവം നിങ്ങളെ കേൾക്കുന്ന, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം, കെറൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായ്ച്ച് എന്നെ കേൾക്കണമെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനം 80:1. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. 80-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പൊ കെരൂബുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകത്തിലെ ദൈവമെന്ന് എൻ്റെ അർത്ഥം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ 2 കെരൂബുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം. അതിന് കൃപാസനമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ. അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ? എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത്. ചെവിയും വായുവാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും, നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും.
നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് നിങ്ങൾ പുറപ്പാട് 25-21 എടുത്തേ. പുറപ്പാട് 25-21. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിന് ഉള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ അത് കൃപാസനത്തിൻ്റെ മുഖവാരത്ത് കണ്ടില്ലേ? ആ കെരൂബുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ? അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാസനമായി മാറും. ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പറയണത് പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള വാഗ്ദാനമാണ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കും. മനസ്സിലായില്ലേ? 15:7 എടുത്ത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിലനിൽക്കണം. അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും. ഉടമ്പടി പുതുക്കണൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും. കാരണം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം. പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ആണ് ശരിക്കും നല്ല ഫ്ലോ, മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ, അതാണ് ഉടമ്പടിയിലുണ്ടായ വിഷയം. ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം. ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഇവളുടെ വിഷയം എന്താണ്? അവളുടെ അതായത് രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വന്നെ എപ്പോഴാണ്? ഇപ്പോൾ രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ കാര്യം? ധാരണയുണ്ട്. ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട്, വിചാരം മച്ചുറായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം? പ്രവർത്തികൾ വേണം. ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക്? പത്രം കൊടുക്കുക, രോഗികളെ കാണുക, അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായാൽ വിശ്വാസം അടയാളം കാണിക്കത്തില്ല. കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ്. എല്ലാവർക്കും കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട്, പക്ഷേ അടയാളങ്ങളില്ല. അടയാളത്തിൽ ദരിദ്രന്മാരാണ്. ദൈവം സംസാരിക്കുകയോ ഇൻട്രാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും. ഈ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരണത്. അതുകൊണ്ടാണ് യാക്കോബൊക്കെ പറഞ്ഞത് 2:19 എന്താണ് പറയണത്? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. അപ്പം വിശ്വാസം ഉണ്ടാകാം. നോക്കിയേ, ആദ്യം എന്താ പറയണത്? ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം ധാരണ, പിന്നെ എന്താണ്? വിചാരം, പിന്നെ വിശ്വാസം. വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും. പിടിയില്ലേ? വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം? പ്രവൃത്തികൾ വേണം. പ്രവൃത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട്, ചെയ്യണതുണ്ട്. ചൊല്ലാൻ പറ്റും, ചെയ്യാൻ പറ്റും. എൻ്റെ പറയുന്നത് ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവൃത്തികൾ. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ്. കാര്യം ആ വിശ്വാസം
ഉയർപ്പിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത അവസാനം വർക്കൗട്ട് ചെയ്യത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇവൾക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 24:48. ലൂക്ക 24:48. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എന്തിനാണ് സാക്ഷികൾ? 27 എടുത്ത്. ലൂക്ക 24:47. പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം നടന്ന പാരഷൻസിലാണ് ഈശോ പാപമോചനത്തിനുള്ള അധികാരം നൽകുന്നത്. കാര്യം, ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വിമാനം ഇറങ്ങണം. ചുമ്മാ വല്ലയിടത്തും വിമാനം ഇറങ്ങുക? അവിടെ എല്ലാ കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ, വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത്. അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ. ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും മുള്ളും പാപാവസ്ഥകളും നിലപാടുകളും, ഇപ്പം തന്നെ അഖില എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അഖിലയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഒരു B1 സ്റ്റുഡൻ്റാണ്. ജർമ്മനി പോകാൻ വേണ്ടി B1 B2 എക്സാം സ്റ്റുഡൻറ്റ്. അപ്പോൾ B1 എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് B1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാരുടെ കൂട്ടുകാർ പറഞ്ഞ് B2 അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഈ B1 ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് B2 എഴുതാവുന്നതാണെന്ന് പറഞ്ഞു. എഴുതുകയോ ഹിയർ ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അതൊക്കെ ചുമ്മാക്കെ കുറച്ചൊക്കെ കറക്കിക്കുത്താണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ അഖിലയും പോയി B2 എഴുതി. പൊട്ടക്കണേനെ മാവിട്ടറിഞ്ഞ പോലെ സംഭവം വീണ് B2 ഒരു മൊഡ്യൂൾ കിട്ടി അവൾക്ക്. അപ്പോൾ അഖിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറിയെന്നാണ്. എന്താ കാര്യം? ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? എൻ്റെ ജൂനിയേഴ്സ് വന്ന് ചോദിക്കും, ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത്? ചുമ്മാ എഴുതിയാവുന്നത്, ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതി. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ്, ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും. എന്നിട്ട് അപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്കുള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത്, അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം കള്ള് പോലെയാണ്. കള്ള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും, ചാരായം മൂത്താൽ വിനാഗിരിയായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. അത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെന്താകും? അത് അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാ പറ്റും? അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിന് ആ കല്ലിലെ ഇറങ്ങാൻ പറ്റത്തില്ല. ദൈവത്തിന് അവിടെ ഇൻട്രാക്ട് ചെയ്യാനില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം ടോർപ്പുഴ ചെയ്യേണ്ടത് എപ്പോഴും ദൈവം എപ്പോഴും കൈ വെക്കണം, എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും. ആത്മവിശ്വാസം ഇപ്പം തന്നെ എന്തെങ്കിലും വിശ്വാസം, ഇപ്പോൾ നമ്മൾക്കറിയാമല്ല, ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ തന്നെ സെൽഫായിട്ട് തന്നെ വരും. ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല. ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ്, മറ്റവന്മാരൊക്കെ മഫന്മാരാണ് എന്ന്. അപ്പം ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ലെന്നാണ് പറയണത്. എന്നുവെച്ചാൽ കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരെക്കാൾ കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസ്ഥനിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഇപ്പം അല്ലേ 15, 25, 10 നമ്മൾ എന്താ വായിച്ച പുറപ്പാട്?
പുറപ്പാട് 25:22. ആ. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇപ്പോൾ രണ്ട് ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? വാഗ്ദാന പേടകമായിട്ട് നീ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന്, ഞാൻ നിന്നെ കാണും. നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ഞാൻ നിന്നെ കാണും. രണ്ടാമത്തെ എന്താണ്? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. പക്ഷെ കേൾക്കണം നിർബന്ധമില്ല.